ഇതെൻ്റെ അമ്മേൻ്റെ മട്ടൻ ബിരിയാണിയാണ് കേട്ടോ. അപ്പം മട്ടൻ ബിരിയാണി ഉണ്ടാക്കുന്ന റെസിപ്പി ഒന്ന് കണ്ടാലോ. അതിനാദ്യം കഴുകി വൃത്തിയാക്കാൻ മട്ടനിലേക്ക് ഉപ്പും മഞ്ഞളിട്ടിട്ട് വേവിക്കാൻ വെക്കുക. ഇനി വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെക്കുക. അതിലേക്ക് ഉള്ളി മുറിച്ചിട്ടിട്ട് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് ആ ഒന്ന് വഴറ്റിയെടുക്കുക. ആ ഒന്ന് വഴറ്റി വരുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ചതച്ചതും കൂടെ ആഡ് ചെയ്ത് അതിൻ്റെ പച്ചമണം മാറുമ്പോഴേക്ക് നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളിയിലിട്ട് നല്ലോണം വഴണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് വേവിച്ച് വെച്ച മട്ടണിലേക്ക് ആഡ് ചെയ്യുക. പിന്നെ അമ്മ വീട്ടിലുണ്ടാക്കി ഈ കാണുന്ന സ്പൈസസ് എല്ലാം കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചിട്ടാണ് ഗരം മസാല ഉണ്ടാക്കില്ല. അങ്ങനെ അതും കൂടെ ആഡ് ചെയ്താൽ നമ്മുടെ മസാലയുടെ റെഡിയായി. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാം. റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗീയും ഹോൾ സ്പൈസസ് ഇട്ടിട്ട് കഴുകി മാറ്റി വെച്ച അരി ഒന്ന് വറുത്തെടുക്കുക. അതൊന്ന് വറുത്ത് വരുമ്പോൾ അതിലേക്ക് എത്രയാണോ അരി എടുത്ത് അതിൻ്റെ ഇരട്ടി വെള്ളം എടുക്കുക. പക്ഷേങ്കിൽ നമ്മൾ കുറച്ച് സ്റ്റോക്കും കൂടെ ഒഴിച്ചിട്ടുണ്ടേനും അതും ഉപ്പും പുളിനാരങ്ങയെല്ലാം ഒഴിച്ചിട്ട് ഒന്ന് മൂടി വെച്ചാൽ റൈസ് വെന്ത് വരും. ഇനി ദമ്മിടലാണ്. ആദ്യം റൈസ് ഇടുക, മസാല ഇടുക, അങ്ങനെ ലെയർ ആക്കിയിട്ട് ഇടുക. എന്നിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ദം ചെയ്താൽ നമ്മളെ കിഡിലോസ്കി മട്ടൻ ബിരിയാണി റെഡിയാവും.